കാലുവേദന എങ്ങനെ ഉണ്ടടി? കുറവുണ്ടാ? വേദനയൊന്നും കുറവില്ലമ്മ. ഒരടി നടക്കാൻ വയ്യ. ഇത്ര നേരം ഞാൻ കിടക്കന്നെയായിരുന്നു. എന്നാ നിനക്ക് ആശുപത്രിയിലൊന്നും പോകായിരുന്നില്ലേ? ആശുപത്രിയിലൊക്കെ പോയി ഞാൻ. എന്നിട്ട് എന്താ പറഞ്ഞ ഡോക്ടർ? ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കാണ്. കാല് നിലത്ത് കുത്തണ്ടാന്നാ പറഞ്ഞേക്കണ്. ഉമ്മ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വിളിച്ചതാ. എനിക്ക് അതിനൊന്നും വയ്യ അമ്മ. അമ്മ അവളെയും കൂട്ടിട്ട് പോ. ഞാൻ അതിന് ആശുപത്രി പോകാൻ വിളിച്ചതൊന്നും അല്ലടി. പിന്നെ നാളെ അവൻ വരികയാണേ. ആര്? നിന്റെ ആങ്ങളാ. എപ്പോ വരണമെന്നാ പറഞ്ഞേ? നാളെ. നീ കാലത്തേക്കൊന്ന് മാറിയിട്ടേ മരുമകനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വായോ ട്ടാ. വരുവോ? എന്താ ഈ പെണ്ണൊന്നും ഉണ്ടാത്ത്? അപ്പളേക്കും കട്ട് ചെയ്താ. നീ എന്താടി എന്നെ എങ്ങനെ നോക്കണ്? മുമ്പ് കണ്ടിട്ടില്ല എന്നെ? ഉമ്മ എവിടെ? ഉമ്മ എന്താന്ന് കാട്ടണ നിങ്ങള്? നിങ്ങൾ എന്തെന്നെ രണ്ടാളും ഇങ്ങനെ നോക്കണ്? നിങ്ങൾ എന്തെന്നെ ആദ്യമായിട്ട് കാണുക? അല്ല, നീ എൻ്റെ അടുത്ത് സംസാരിച്ച് ഫോണിപ്പോ വെച്ചല്ലേ ഉള്ളൂ. അതിന് പിന്നെ എങ്ങനെ എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി? അതൊക്കെ എത്തി. കഥയിൽ ചോദ്യമല്ല. അല്ല, എന്നാലും എങ്ങനെയപ്പോ? നിങ്ങൾ ഇനി അതൊന്നും ആലോചിച്ച് തലപുണ്ണാക്കാൻ നിൽക്കണ്ട. എനിക്കേ വിശന്നിട്ട് വയ്യ. നിങ്ങൾ എന്തെങ്കിലും കഴിക്കാണ്ടെങ്കിൽ എടുക്കി. അല്ല, നിന്റെ കാലിന് വയ്യാന്നല്ലേ പറഞ്ഞ എൻ്റെ അടുത്ത്? ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞോ? പിന്നെ എങ്ങനെ ഇപ്പൊ ഈ കാലും വെച്ചിട്ട് നീ വന്ന്? കാലിനൊന്നും വയ്യ, ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ അവൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വേണ്ടേ? കാലിന് വയ്യാവട്ടെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? അതെന്തായാലും നന്നായി. എന്നാ നീ അവിടെ പോയി ഇരുന്നോ, ഞാൻ എന്തെങ്കിലും തിന്നാൻ എടുത്തിട്ട് വരാം. എന്നാ വേഗം എടുക്കി. കുറച്ചും കൂടി ചൂടെടുത്തിട്ട് വരും, എനിക്ക് മതിയായില്ല. നീ എന്താ അവിടെ തിന്നാണ്ട് കുടിക്കാണ്ടാ വന്ന്? ഞാൻ പറഞ്ഞില്ലേന്ന് നിങ്ങളടുത്ത് കാലും കൊണ്ട് വയ്യാന്ന്. തിന്നാനും കുടിക്കാനൊന്നും തോന്നണേ ഇല്ല. കാല് വേദനിച്ചിട്ടേ കടത്തം തന്നെ എപ്പം നോക്കിയാലും. ഇപ്പോഴും ഞാൻ വെയിച്ചിട്ട് വന്നതൊന്നല്ല. പിന്നെ അവൻ വരുന്ന നേരത്തെ ഞാൻ ഇവിടെ ഇല്ല പറഞ്ഞാലേ അവനക്ക് വിഷമാവില്ലേ പറഞ്ഞിട്ട് വന്നതാണ്. നിങ്ങൾ നോക്കി നിൽക്കാണ്ട് ചോറ് എടുത്തിട്ട് വരീമ്മ. കേട്ടോ റേച്ചിയെ, ഇവിടെ വന്നാലാട്ടെ എനിക്ക് വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അവിടെ ചോറ് വേവിക്കന്നല്ല. തള്ളയ്ക്ക് മകനക്ക് ചോറ് വെന്താ പറ്റില്ലേ, എനിക്ക് വേകാണ്ടും പറ്റില്ല. അപ്പൊ അവിടുത്തെ തീറ്റയൊക്കെ എന്റെ കണക്കാ. ഞാനതല്ല ആലോചിക്കുന്നതേ, ഇവനെന്താ വരുന്ന കാര്യം എൻ്റെ അടുത്ത് പറയാണ്ടിരുന്ന്? അത് ചിലപ്പോ താത്താക്കൊരു സർപ്രൈസ് തരാ പറഞ്ഞിട്ടായിരിക്കും. ചിലപ്പോ അതന്നെ ആയിരിക്കും. അല്ലെങ്കിൽ വിളിക്കുമ്പോ പറയേണ്ടതാണ്. എന്നും വിളിക്കൂട്ടെ എന്നെ. വിളിച്ച് വിശേഷം ഇങ്ങനെ ചോദിക്കും. അവനക്ക് എന്നെ പറഞ്ഞ വലിയ കാര്യാണേ. ചെറുപ്പം മുതലേ അങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. എന്നെന്ന് പറഞ്ഞ ജീവനാണ്. പൈസക്കൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ പറയേണ്ട താമസം. അപ്പൊ തന്നെ അക്കൗണ്ടിൽ ഇട്ട് തരും. 10,000 15,000 ഒക്കെ ആയിട്ട്. അതൊക്കെ ഒരു കാലം. ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല കേട്ടോ. എപ്പോ വിളിക്കുമ്പോഴും ചോദിക്കും പൈസ എന്തെങ്കിലും വേണോ, പൈസ എന്തെങ്കിലും വേണോ എന്ന്. ഞാൻ പിന്നെ വേണ്ട പറയും. എന്താ പറഞ്ഞ അവനക്ക് ഓരോ ചെലവുള്ളതല്ലേ, എപ്പോഴും ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ പറയും എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാട്ടാന്ന്. ഇനിയിപ്പോ വീട് പണിയൊക്കെ തുടങ്ങല്ലേ, അപ്പൊ ചോദിക്കാ പറഞ്ഞിട്ടാണ്. അല്ല ചോദിച്ചില്ലെങ്കിൽ തരൂ കേട്ടോ. അല്ല 5 10 എത്ര വേണ്ടിച്ചാ അവൻ്റെ അടുത്ത് ചോദിക്കേണ്ട താമസം. അപ്പൊ തന്നെ എടുത്തു തരും. കൂടപ്പറപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണേ അല്ലേ? എന്നാലല്ലേ കൂടപ്പറപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കണവന്റെ കൂടപ്പറപ്പ് എന്ന് പറയാൻ പറ്റുമോ? അവിടെ ഉണ്ട് എൻ്റെ മാപ്പിളയ്ക്ക് ഒരു പെങ്ങള്. സ്വന്തം കാര്യം നോക്കാം അവളിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കൊരു വീട് പണി തുടങ്ങുകയാണ്. കാശ് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാ അങ്ങനെ ഒരു ചോദ്യം. അവള് ചോദിക്കില്ല. ആഴ്ചക്കാഴ്ചക്ക് വരൂ ഇങ്ങനെ വീട്ടിലുള്ളത് അങ്ങോട്ട് കടത്താനേ. അതിന് പിന്നെ ഒരു കുറവും വരുത്തില്ല. പിന്നെ ഒരു ഇളയച്ചനും ഇളയച്ചിയുണ്ട്. അത് പിന്നെ പറയാണ്ടിരിക്കേ ഭേദം. മത്സരാണ് അവിടെ, വീട്ടു ചെലവ് നടത്തുന്നതിനും വീട്ടുപണി എടുക്കുന്നതിനും. എൻ്റെ ഇളയച്ചി പറയണ ആ സാധനം ഉണ്ടല്ലോ, ഇന്ന് എൻ്റെ നാത്തോൻ എത്രയോ ഭേദാണ്. ഒരു പണി എടുക്കില്ല വീട്ടിലത്തെ. അല്ലോ അതുകൊണ്ട് കൂടെയൊക്കെ കഴിഞ്ഞു വരണമെന്നുണ്ടെങ്കിലേ മനുഷ്യന്മാരെയും കൊണ്ടൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് വീട് പണി ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്നാ വേഗം അങ്ങോട്ട് മാറാലോ. കല്യാണം കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ
കുടുംബത്തിൽ കഴിയുന്നേക്കാട്ടിൽ ഏറ്റവും നല്ലതേ കെട്ടിയ ആണിയും വിളിച്ചിട്ട് വേറെ പോയി താമസിക്കുന്നതാ. അതാകുമ്പോ സുഖമായിട്ട് കഴിയാ. എന്താ നീ ഇവൾക്ക് ഉപദേശം കൊടുക്കുക മാറി താമസിക്കാന്? അല്ല, ഞാനതിന് ഇവിടുത്തെ കാര്യമല്ലേ പറഞ്ഞതേ. ഇവിടെ ഇപ്പൊ എന്താ മാറി താമസിക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് നല്ലൊരു മരുമകളെയും കിട്ടിയിട്ടുണ്ട്, അവൾക്ക് നല്ലൊരു അമ്മായിമ്മനെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മത്സരിക്കാന്ന് പറഞ്ഞ വേറെ ആരും ഇല്ലേലും. ഞാൻ അവിടുത്തെ കാര്യമാണ് പറഞ്ഞതേ. മതി വർത്താനം പറഞ്ഞത്, വേഗം തിന്നിട്ട് എണിക്കാൻ നോക്ക്. എന്താ എന്നിട്ട് നാളെ സ്പെഷ്യൽ ഉണ്ടാക്കണ്? ഓ, എന്തുണ്ടാക്കണ്? കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് വെറുംചോറ് വെക്കണം. വെറുംചോറാ? എന്താ നിങ്ങൾ ഭ്രാന്ത് പറയണത്? വെറുംചോറേ, അവൻ 2 കൊല്ലം അവളെ കഷ്ടപ്പെട്ടിട്ട് വരികയല്ലേ, അപ്പൊ വായിക്ക് രുചിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? എന്നിട്ട് എന്താ ഉണ്ടാക്കണം? എന്നിട്ട് ബിരിയാണിയോ? ബിരിയാണി വേണ്ട, അത് തിന്ന് തിന്ന് മടുത്തിക്കുന്നു. ആര്? അല്ല, ബിരിയാണിയൊക്കെ നമുക്ക് പിന്നെയും കൊടുക്കാലോ. ഇപ്പൊ എന്തായാലും ബിരിയാണി വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, മന്തി ഓർഡർ ചെയ്യാം, കുറച്ച് പൊറോട്ട ഓർഡർ ചെയ്യാം, എന്നിട്ട് ചിക്കൻ വാങ്ങി പൊരിക്കുകയും ചെയ്യാം, ബീഫ് വാങ്ങിയിട്ട് വരട്ടുകയും ചെയ്യാം. അതിനൊക്കെ ഇപ്പൊ സമയം ഉണ്ടാവുമോ നാളെ? എന്ത് സമയമില്ലാണ്ട്? എപ്പോഴാണ് അവനെ വിളിക്കാൻ പോണ്? ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടാണ്. ഇക്ക 6 മണിക്ക് അവിടെ എത്തൂത്രേ. നമുക്ക് ഓടിയെത്ത ഒരു 2-2.5 മണിക്കൂർ വേണ്ടേ? ആ, ഉച്ചയ്ക്ക് ശേഷമല്ലേ ഇറങ്ങണത്. അപ്പോഴൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. 4 കഷ്ണം ചിക്കൻ്റെ പീസ് പൊരിക്കാൻ എത്ര സമയമാണെന്ന് നോക്കാം. ആ, എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലമ്മ. ആ, വയം പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടി. എന്നാ ഞാന് മൂപ്പറിനെ വിളിച്ചിട്ട് നാളെ ഉച്ചയ്ക്ക് തന്നെ കടയടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. അവൻ ഇവിടെ വരുന്ന സമയത്ത് അളിയില്ല പറഞ്ഞാൽ അവനക്ക് അതൊരു വിഷമാവില്ലേ? ഇനി നീ 2 ദിവസം ഇരുന്നിട്ടല്ലേ പോവുള്ളൂ? 2 ദിവസം ഒന്നല്ല, ഞാൻ 10 ദിവസം ഇരുന്നിട്ടാ പോണുള്ളൂ. അപ്പൊ അവിടെ മരുമാവിന്റെ കാര്യം നോക്കാൻ ആള് വേണ്ടടി. മരുമാവിന്റെ കാര്യമൊക്കെ അവിടെ ഉമ്മ ഉണ്ട്, വേണമെങ്കിൽ നോക്കട്ടെ. മാപ്പിളുണ്ട് തൊട്ട് എനിക്ക് 4 ദിവസം എന്റെ വീട്ടിൽ വന്ന് നിൽക്കൊന്നും വേണ്ടേ? അവനിപ്പോ ലീവിന് വന്നിട്ട് പോയിട്ട് 2 കൊല്ലായില്ലമ്മ. ഇന്നലെ പോയ പോലെ ഉണ്ട്. എത്ര പെട്ടെന്നാ ദിവസങ്ങളൊക്കെ പോണ്. അത് നമുക്ക് തോന്നണതല്ലേ, അവിടെ ഉള്ളവർക്ക് നേരെ തിരിച്ചാ തോന്നുക. ദാ ഇന്നാള് സുബൈദ വന്നിട്ട് പറഞ്ഞായിരുന്നു, അവളുടെ മകൻ 4 മാസം മുമ്പ് പോയല്ലോ. എന്നിട്ട് അവൻ വിളിക്കുമ്പോ പറയത്രേ ദിവസങ്ങളൊന്നും പോണേ ഇല്ല പറഞ്ഞിട്ട്. അത് അവൻ ആദ്യമായിട്ട് പോയതുകൊണ്ടല്ലേ. അതുപോലെയാണ് ഇവന് 5-8 കൊല്ലമായിട്ട് ഗൾഫിൽ തന്നെ നിൽക്കണവന് എന്ത് നാടും വീടും. അവനക്ക് ഇവിടുത്തെ കാട്ടിലും സുഖം അവിടെ തന്നെ ആയിരിക്കും. ഉമ്മാന്റെ കയ്യിൽ പൈസ വലുതുണ്ടോന്നും ഉണ്ടെങ്കിൽ ഒരു 3000 ഉറുപ്പ്യ തരുന്നു എനിക്ക്. അവ 3000 ഉറുപ്പ്യ ഒന്നും ഉണ്ടായില്ലടി. എന്തിനാണ്? അടുത്ത മാസം അവിടെ അടുത്തൊരു കല്യാണം ഉണ്ടേ, അതിനൊരു ഡ്രസ്സ് എടുക്കാനാണ്. എൻ്റെ കയ്യിൽ പുതിയതൊന്നുമില്ല, ഒക്കെ ഇട്ട ഡ്രസ്സുകളാണ്. ഇക്കാലത്ത് പൈസ ചോദിച്ചു പറഞ്ഞ് തരുകയില്ലേ. ഉള്ളത് ഇട്ടാ മതി, ഉള്ളത് ഇട്ടാ മതി പറഞ്ഞിട്ട്. ഇതിനൊന്നല്ല, ഏതൊരാവശ്യത്തിന് ചോദിച്ചാലും പൈസ തരില്ല. പിശുക്കൻ. ഇങ്ങനെ ഒരു പിശുക്കൻക്കാണല്ലോ നിങ്ങൾ എന്നെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തത്. 3000 ഒന്നും ഉണ്ടായില്ല. നോക്കട്ടെ, ഞാൻ ഉള്ളത് തരാം. നിന്റെ അടുത്ത് പുതിയ ചുരിദാർ വലുത് ഇരിക്കുന്നുണ്ടോ? അവിടെ ഒരു കല്യാണം ഉണ്ടേ, അതിന് ഇടാനാണേ. ചുരിദാറൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വർക്കുള്ളതാണ്. താത്ത അങ്ങനത്തെ ഒന്നും ഇടില്ലാലോ. ആ, നല്ല വർക്കുള്ളതൊന്നും വേണ്ട, അങ്ങനത്തെ ഒന്നും ഞാൻ ഇടില്ല. എന്നാലും സാധാരണ ഇടുന്ന പോലത്തെ ഒന്നുമില്ല നിന്റെ അടുത്ത്? ആ, ഒന്നുണ്ട്, പക്ഷെ ഞാനതൊരു 3-4 പ്രാവശ്യം ഇട്ടതാണ്. ആ, അതൊക്കെ മതി, അതൊക്കെ തന്നെ ധാരാളാ. കുടുംബത്തിലുള്ള കല്യാണമൊന്നും അവിടെ അടുത്തുള്ളതാ. ആ, എന്നാ ഞാൻ നാളെ ആങ്ങളെ വരുമ്പോ എടുത്തിട്ട് വരാൻ പറയാം. അതിവിടെ ഇല്ലേ, എൻ്റെ വീട്ടിലാണ്. ആ, മതി മതി. പിന്നെ നീ ഇത് മാൻ്റെ പറയൊന്നും വേണ്ട കേട്ടോ. ഈ ചുരിദാർ തരുന്ന കാര്യേ ഉമ്മാക്ക് അതൊന്നും തീരെ ഇഷ്ടാവില്ല. ഉള്ളതിട്ടാ മതി, ഉള്ളതിട്ടാ മതി പറയുള്ളൂ. ഉമ്മാക്ക് ആരുടെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതൊന്നും പറയണ്ട കേട്ടോ. ഇല്ലാത്ത ഞാൻ പറയൊന്നുമില്ല. എന്നിട്ട് ആരൊക്കെ അവനെ വിളിക്കാൻ പോണ്? നീ പോണ്ടാ? ആ, ഇവിടുന്ന് ഞാനും ഉമ്മയുണ്ട്, പിന്നെ എൻ്റെ ആങ്ങളെയും വരാറുണ്ട്. താത്ത വരുന്നുണ്ടാ? വരണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എവിടെ അവൻ ഫ്ലൈറ്റ് ഇറങ്ങണ്? കോഴിക്കോട്. ഔ, കോഴിക്കോടാണ്. എന്തേ? അല്ല, അടുത്തൊക്കെ ആണെങ്കിൽ വരായിരുന്നു. ഇത്രയും ദൂരമൊന്നും വണ്ടിയിലിരിക്കാൻ പറ്റില്ലേ, ഞാൻ ഛർദ്ദിക്കുള്ളൂ. ഞാൻ അല്ല, നിങ്ങൾ പോയിട്ട് വരി. അപ്പൊ അന്ന് താത്താന്റെ ഇളയച്ചനെ കോഴിക്കോട് തന്നെയല്ലേ കൊണ്ടാക്കാൻ പോയത്? ആ, അതന്ന് പോകാൻ എനിക്ക് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല. പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണ് എന്നെ. ഞാനില്ലാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നറിയോ? പറഞ്ഞാ കേക്കണ്ടേ? പിന്നെ ഒക്കെയും പറഞ്ഞു കേട്ടോ, അവരിങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നീ പോകാണ്ടിരിക്കണ്ട, പിന്നെ അവരതേ പറയുള്ളൂ എന്ന്. ഛർദ്ദിച്ചാലും കുഴപ്പമില്ല, നീ ഒന്ന് പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. എനിക്ക് പോകാൻ തീരെ ഇഷ്ടേ ഉണ്ടായിരുന്നില്ല. ആ, എന്നാ താത്ത വരുമൊന്നും വേണ്ട, നമ്മൾ പോയിട്ട് വരാം. ആ, മതി, നിങ്ങൾ പോയാ മതി. എല്ലാരും കൂടി ഇങ്ങനെ വീടടച്ചു പോണത് എന്തിനാ? ആ, പിന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് അവൻ്റെ അടുത്ത് പറയണ്ട കേട്ടോ. അവനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഇവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി. എന്നെ അങ്ങോട്ട് കാണുമ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷാവും. എനിക്ക് അതൊന്ന് നേരിട്ട് കാണണം.
ഇനിയിപ്പോൾ അവനിങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്നിനും ഇങ്ങോട്ട് അടുപ്പിക്കണ്ട. ഒക്കെ അവൻ്റെ സാധനങ്ങൾ കൈക്കലാക്കാൻ വരികയാണേ. അല്ലാണ്ട് അവൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടായിട്ടാ? അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഗൾഫുകാരും ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കുടുംബക്കാരും സ്വന്തക്കാരും ഉണ്ടായില്ല. വഴിയെ കൂടെ പോണവരും കൂടി കുടുംബക്കാരായിരിക്കും. എന്നാൽ അവനൊരു 4 മാസം അധികം നിന്നാൽ ഈ പറയുന്ന ആരും ഉണ്ടായില്ല. അപ്പോഴും കൂടപ്പുറപ്പന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും അടുപ്പിക്കാൻ നിൽക്കണ്ട. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവനൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അവൻ കൊണ്ടുവരുന്നതേ നമുക്കുള്ളതാ, അല്ലാണ്ട് നാട്ടുകാർക്കുള്ളതല്ല. അതിന് താത്ത ഇക്ക ഇപ്രാവശ്യം വരുമ്പോ ഒന്നും കൊണ്ടുവരണമൊന്നുമില്ല. ആ എന്താ? ഇക്ക അവിടുത്തെ പണി പോയിട്ടാ വരുന്നത്. ഏ ഇക്ക അവിടെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി. ഇങ്ങോട്ട് വരാനുള്ള പൈസ തന്നെ ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ടാണ്. അതെ. എന്നിട്ടെന്താ അവൻ ഞാൻ വിളിക്കുമ്പോ ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല? അറിയില്ല. ചിലപ്പോ താത്ത വിഷമിക്കണ്ട പറഞ്ഞിട്ടായിരിക്കും. ആ എന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണ്? വേറെ വിസ എടുത്തിട്ട് പോവുകയായിരിക്കും അല്ലേ? ഇല്ല, ഇനി പോണില്ലാന്നാ പറഞ്ഞത്. നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം പറയുന്നുണ്ട്. അതിന് പൈസയൊക്കെ ഒരുപാട് വേണ്ടേ? അവൻ്റെ കയ്യിൽ അതിന് അതിന് മാത്രമൊക്കെ ഉണ്ടാ? പൈസ ആർക്കൊക്കെ കുറച്ച് കടം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ ആങ്ങളടുത്ത് കുറച്ച് ചോദിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്നത് ലോൺ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഇതിപ്പോ നന്നായി എന്തായാലും. എന്നിട്ടിപ്പോ പണി പോയിട്ട് അവൻ വരുന്നു. അവനിനി വന്നിട്ട് പോണില്ലത്രമ്മ. അവള് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ആ അവൻ നിൽക്കണ കടയിൽ കച്ചവടം നല്ല കുറവാത്രേ. 8-10 പണിക്കാരെ ഉള്ളോടത്ത് ഇപ്പൊ 2-3 പണിക്കാരെ ഉള്ളൂ എന്ന്. ഒക്കെ ഒഴിവാക്കി ഇത്ര ബാക്കിയുള്ളവരിനെയൊക്കെ. എന്നിട്ട് അവരൊക്കെ നാട്ടിലേക്ക് വന്നാ? ആ കുറച്ച് ആൾക്കാരൊക്കെ കഴിഞ്ഞ മാസം വന്നത്രേ. ബാക്കിയുള്ളവരൊക്കെ നാളെ അവൻ്റെ കൂടെ വരുന്നുണ്ടെന്ന്. അപ്പൊ അവനക്ക് അവിടുത്തെ പണി പോയി പറഞ്ഞ് വേറെ എവിടെയെങ്കിലും പണി നോക്കായിരുന്നോ? അല്ലാണ്ട് വേഗം നാട്ടിലേക്ക് കയറി വരിക ചെയ്യുക? വേറെ നോക്കുകയൊക്കെ ചെയ്തത്രേ. ഒന്നും അങ്ങോട്ട് ശരിയായില്ല എന്ന്. ആ ഒരു കണക്കിന് നോക്കുമ്പോൾ അത് നന്നായേ ഉള്ളൂ. എത്ര കാലം പറഞ്ഞിട്ടാ മരുഭൂമിയും കടന്ന് കഷ്ടപ്പെടുക. ഇവിടെ ആകുമ്പോൾ നമുക്കൊന്നുമില്ലെങ്കിലും കാണുമെങ്കിലും ചെയ്യാലോ. ആ കാണാനൊക്കെ പറ്റും, അതിൽ തന്നെ പറ്റുള്ളൂ. ഒരു ഉറുപ്പ്യ കയ്യിലുണ്ടായില്ല. അവിടെ ഇക്ക് ഇതേ ഡയലോഗ് അടിച്ചിട്ട് അവിടെ നിന്ന് കയറി വന്നത്. 24 മണിക്കൂർ എന്നെ കണ്ടോണ്ടിരിക്കുക പറഞ്ഞിട്ട്. എന്നിട്ട് എന്തായി? ഇപ്പൊ ഒരു ഉറുപ്പ്യന്റെ വരുമാനമല്ല. അവിടെ ആകുമ്പോൾ ചെലവെങ്കിലും ഉന്തിത്തള്ളി എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോവുമായിരുന്നു. അതേപോലെ ഇപ്പൊ ഇവനക്കും വരാൻ പോണ്. എന്നിട്ട് വന്നിട്ടൊന്ന് ബിസിനസ് ചെയ്യണം പറഞ്ഞിട്ട് അത്ര നിൽക്കണത്. ആ ആദ്യത്തൊക്കെ തിരുമർക്ക് പൈസ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ബിസിനസ് ഒക്കെ ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് നേരാകാൻ പറ്റുമോ? അതും അവന് ഇത് വെറുതെ കയ്യിലുള്ള കാശ് കളയാനാട്ടോളി. നീ കരുനാക്ക് വെച്ചിട്ടൊന്നും മിണ്ടാണ്ടിരുന്ന. നിന്റെ കയ്യിൽ കുറച്ചെന്തൊക്കെ പൈസ തന്നിട്ടില്ലേ അവന്? അതൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരൂട്ടാ. ഏത് പൈസ? നീ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് വാങ്ങിയിട്ടില്ലേ? അതന്നെ. അതെന്തിനാ അതിന് ഞാൻ തിരിച്ചു കൊടുക്കണ്? അതതിന് അവൻ എനിക്ക് കടായിട്ട് തന്നതൊന്നല്ലേ. നീ വെച്ചോട്ട് തന്നതാണേ. ആവോ, അതൊന്നും എനിക്കറിയില്ല. അവൻ ചിലപ്പോൾ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. അതൊന്നും അവൻ ചോദിക്കില്ല. അവനക്കൊക്കെ എൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. ഇനി നിങ്ങളായിട്ട് അത് ചോദിപ്പിക്കാണ്ടിരുന്നാൽ മതി. അല്ലെങ്കിലേ അവിടെ വീട് പണിക്ക് പൈസ കഴിയാണ്ട് ഒക്കെ തലപുണ്ണാക്കിയിട്ട് നടക്കണേ. ഞാൻ അതിൻ്റെ ഇടയിൽ ഇവനക്കും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞ് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കണ്? മരുമോനക്കൊക്കെ നല്ല കച്ചവടം ഉണ്ടല്ലോ, നല്ല കാശും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തിനാ നീ ഈ പ്രാരാബ്ദം പറഞ്ഞും കൂടി നടക്കണ്? ആരാ പറഞ്ഞ് കച്ചവടം ഉണ്ടെന്ന്? അവിടെ നിന്ന് ഒരു ഉറുപ്പ്യൻ്റെ കച്ചവടമല്ല. ഇപ്പൊ റൂമിന്റെ വാടക കൊടുത്തിട്ട് 3-4 മാസമായി. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തിനാ അത്ര വലിയ വീടൊക്കെ കയറ്റാൻ നിൽക്കണത്? 2000 സ്ക്വയർ ഫീറ്റിൻ്റെയും 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ചെറുതൊന്ന് കയറ്റിയാ പോരെ? ആ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അല്ലാണ്ട് എനിക്ക് പോയി പറയാൻ പറ്റുമോ? നമ്മൾ ദാരിദ്ര്യത്തിലാണ്, വലിയ വീട് വേണ്ട, ചെറുത് മതി എന്നൊക്കെ? അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ മൂപ്പൻ്റെ ഇഷ്ടമാണ്. ഇഷ്ടമാണെങ്കിൽ ചെയ്തോ, ആരാ വേണ്ട പറഞ്ഞ്? പക്ഷെ അവനക്ക് തിരിച്ചു കൊടുക്കാനുള്ള പൈസയെ നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. ആ ചെക്കൻ വന്നാലേ നല്ലോണം ബുദ്ധിമുട്ടിലായിരിക്കും. അവ ഉള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് നല്ലോണം തന്ന് സഹായിച്ചില്ലേ? അപ്പൊ അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കും ഉണ്ട്. ഹലോ, എവിടെ നിങ്ങള്? ഞാൻ കടയിലുണ്ട്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒന്ന് വരുമോ? ഇന്നാ? അവൻ നാളെയല്ലേ വരുന്നത്. ഞാൻ നാളെ വരാം. നിങ്ങൾക്ക് സൽക്കാരം തരാനല്ല വരാൻ പറയുന്നത്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാ. കൊണ്ടുപോവാനാ? എന്തൊക്കെയടി പറയുന്നു? ഞാൻ അന്ന് തന്നെ അങ്ങോട്ട് വരികയാണ്. എന്താ? ആക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം. എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ വരി. നീ കാര്യം പറയേ. 8 ദിവസം ഇരുന്നിട്ടേ വരുള്ളൂ എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെന്താ പെട്ടെന്ന് തീരുമാനം മാറ്റി? അവനേ ഇനി വന്നിട്ട് പോണില്ല അത്രേ, നാട്ടിൽ തന്നെ കൂടുകയെന്ന്. അതും നീ അവിടെ നിൽക്കാണ്ട് ഇങ്ങോട്ട് വരുന്നത് തമ്മിൽ എന്താ ബന്ധം? നിങ്ങളൊന്ന് ഫോൺ വെച്ചാണേ, എനിക്ക് കഥ പറഞ്ഞുകൊണ്ടിരിക്കാനും നേരല്ല. ഇല്ല അത്ര. നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങി വരാൻ നിൽക്കണ്ട, റോഡിൽ തന്നെ നിന്നാൽ മതി. ഞാൻ അങ്ങോട്ട് കയറി വരാം. ഞാൻ പോവുകയാണ് കേട്ടോളി. അതാ പോകേ? എന്താ പെട്ടെന്ന്? നീ അല്ലേ അവൻ്റെ കൂടെ 10 ദിവസം ഇരുന്നിട്ടൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞ്? ആ 10 ദിവസം നിൽക്കാറിട്ടൊക്കെ തന്നെ വന്ന് ഇക്ക വിളിച്ചിട്ട് പോകാൻ പറയണു. ഞാൻ പോട്ടെ. എന്നാ നാളെ പോകടി. അവൻ വന്നിട്ട് അവനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവേ.
ആകെ ഞാൻ പറഞ്ഞു നോക്കി, മൂപ്പരൊന്നും സമ്മതിക്കണില്ല. അല്ലെങ്കിൽ ഇപ്പൊ നാളെ തന്നെ കാണണമെന്നൊന്നും ഇല്ലല്ലോ. അവൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അപ്പോൾ ഒഴിവുപോലെ വന്ന് കാണാം, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് അങ്ങോട്ട് വരാൻ പറയും. അവൾക്ക് ആങ്ങളുടെ അടുത്തുള്ള സ്നേഹം കണ്ടില്ലേ? ഹും. അവൻ വരുന്നു കണ്ടപ്പോഴേ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോട്ട് ഓടി പിടിച്ച് വന്നതാണ്. അപ്പൊ അവൻ്റെ അടുത്ത് ഒന്നും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവനെ കാണണമെന്നുമില്ല, ഇവിടെ നിൽക്കണമെന്നുമില്ല. പറഞ്ഞിട്ട് പോയത് കണ്ട, ഒഴിവുപോലെ വരാന്ന്. ഇനി അവള് വന്നത് തന്നെ അവളുടെ കയ്യിൽ നിന്നൊന്നും ആ പൈസ കിട്ടാൻ പോണില്ല. അതൊക്കെ പോയിന്ന്. അതൊന്നും സാരില്ലമ്മ. അല്ലെങ്കിൽ ഇപ്പൊ ഇക്കത് തിരിച്ചു കിട്ടുമ്പോട്ട് കൊടുത്തതൊന്നല്ല. എന്തായാലും ഈ സംഭവം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. താത്താന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ബിസിനസ്സിന് വേണ്ട പൈസയൊക്കെ ഇക്കാൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരൊക്കെ കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൈസന്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതന്നെ നല്ലതും. അല്ലാണ്ട് ഇവളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ട് കച്ചവടം ചെയ്താലേ കച്ചവടത്തിന് ബർക്കത്തും ഉണ്ടായില്ല.